മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് നേന്ത്രപ്പഴവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാലൊന്നും ചേർത്തിട്ടില്ല. ആ പഴവും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള സോഡാപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഞാനിതിന് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് പഴം അരച്ചെടുത്തത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ചേർക്കുന്നില്ല. ആ പഴത്തിന്റെ പാകത്തിനുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 1.25 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തപ്പോഴാണിത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കുഴച്ചെടുത്ത മാവ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വേകാതെ പുറമേയുള്ള ഭാഗം പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും മാത്രം നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇടയ്ക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് കോരി എടുത്തിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബനാന വീറ്റ് ഫ്ലോർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ചായ തയ്യാറാക്കുമ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള പലഹാരവും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക.
പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.